ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് മറന്നു പോകുന്നൊരു അസുഖം പെട്ടെന്ന് വന്നു. പെട്ടെന്ന് പേര് മറന്നു പോകും. അടുത്ത് നിൽക്കുന്ന എല്ലാം. അപ്പോൾ അയ്യോ എനിക്ക് പേടിയായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ നാടകം എനിക്ക് കളിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. കാരണം 1.25 മണിക്കൂർ ഡയലോഗ് മാത്രമാണ്, ഒന്നും തെറ്റാതെ പറയാൻ കഴിഞ്ഞു. അതൊരു നമ്മുടെ അങ്ങനെ ഒരു മെമ്മറി സംഭവം എപ്പോൾ വന്നതാ? അതങ്ങനെ ഈ അടുത്ത കാലത്ത് എങ്ങനെ ഉണ്ടായി, പിന്നെ പ്രായക്കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നമായിട്ടുണ്ടായതാണോ എന്നൊരു സംശയം. അമ്മയ്ക്ക് അൽസിമേഷ്യയാണ്. അപ്പം എനിക്കും അത് വരുമോ എന്ന് എനിക്കൊരു പേടിയായി. പേടി ഉള്ളിലുള്ളത് കൊണ്ട് അങ്ങനെ വന്നതായിരിക്കും അല്ലേ? അപ്പം അതിനൊരു ചലഞ്ചായിട്ട് ഞാൻ ഈ നാടകം കളിച്ചു. 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റായിട്ട് ഡയലോഗ് പറഞ്ഞ് ഡയലോഗ് ഡെലിവറി അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടേന്ന് പോകുന്നൊരു സാധനമാണ്. അങ്ങനെ പിന്നീട് ഈ പറയുന്ന പോലെ മെമ്മറിയുടെ ആ ഒരു പേടി അങ്ങ് പിന്നെ മാറി കാണുമല്ലോ. പിന്നെ മാറി ആ ഒരു കോൺഫിഡൻസ് അങ്ങ് കയറി കാണുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇനിയൊരു കാലത്ത്, നമ്മൾ ഈ കാലത്തിൻ്റെ അന്തരങ്ങളിൽ പറഞ്ഞുകൊണ്ട് വരികയാണ്, ഇനിയൊരു കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ മെമ്മറി ലോസ് ആവില്ല. കാരണം ചെറിയ സിമ്മൊക്കെ നമുക്ക് പാച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. കാലത്തേക്ക് മാറിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയം വരെ മാറ്റി വയ്ക്കുന്നില്ലേ? അതെ അതെ, ശരിയാ. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഇത്രയും പോയി, ഇത്രയും കൈയുടെ എല്ല് പോയി, പകരം നമ്മൾ കൃത്രിമ കാല് വയ്ക്കുന്നു. അതുപോലെ എന്തുകൊണ്ട് ഒരു ചിപ്പ് കൂടെ വെച്ചുകൂടാ? വയ്ക്കാമായിരിക്കും. സാധ്യതയൊക്കെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയല്ലേ. നാളത്തെ ജീവിതം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടെക്നോളജീസ് ഒക്കെ അതിൻ്റെ ആവശ്യം പോലെ യൂസ് ചെയ്യുന്ന ആളാണോ ചേട്ടൻ? അത്യാവശ്യത്തിന് യൂസ് ചെയ്യുന്ന ആളാണ്. ടെക്നോളജി ഇപ്പം ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളിപ്പം കയ്യിൽ മൊബൈലിരിക്കുന്നു. നാളെ കാലത്ത് മൊബൈലിൻ്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ, ഈ ഒരു മെമ്മറി ഉണ്ടെങ്കിൽ മൊബൈലിൻ്റെ ആവശ്യമില്ല. വീട്ടിലെ വേലയ്ക്ക് ചിലപ്പോൾ നമുക്കൊരു റോബോട്ട് ഉണ്ടാവും, അതിന് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. കറണ്ട് ചാർജ് അടച്ചില്ലല്ലോ എന്ന് വിഷമിക്കണ്ട. പിന്നെ എല്ലാ വീട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളും പിന്നെ ചെയ്തോളൂ. ചേട്ടാ, ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ചേട്ടൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്, സീരിയലുകൾ ചെയ്തിട്ടുണ്ട്. ഈ അമ്മയിലോ ആത്മയിലോ അതിലേതെങ്കിലും ചേട്ടന് മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒക്കെ? ഞാൻ അമ്മയിലെ മെമ്പറാണ്, ആത്മയിലെ മെമ്പറാണ്. ആക്കോസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് അമ്മയുടെയും പിന്നെ ആത്മയുടെയും മെമ്പേഴ്സ് തമ്മിലൊരു പിന്നെ ഒരു സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ സൊസൈറ്റിയുടെ ഡയറക്ട് ബോർഡ് മെമ്പറാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശം ഞാനിപ്പോൾ നോക്കി, ഈ അടുത്തിടെ 26 പിന്നെ പ്രസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പല്ല, ഭാരവാഹികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എക്സിക്യൂട്ടീവ് മെമ്പറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മായിയുടെ മിമിക്രിയുടെ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു കുറച്ചധികം പ്രസ്ഥാനങ്ങളിലല്ലേ? അതെ, ഭാരവാഹികളായിട്ട്. എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരങ്ങ് എടുത്തങ്ങ് വെക്കുന്നതാണ്, പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം ചേട്ടന് ആഗ്രഹങ്ങളുണ്ടോ? അതായത് എനിക്ക് ഇന്ന പോലെ ഇനിയും പണ്ടത്തെ പോലെ നല്ല ഒരു സീരിയലിൻ്റെയോ സിനിമയുടെയോ പാർട്ടാകണം എന്ന്, നല്ല സീരിയലുകളുടെയൊക്കെ പാർട്ടാകണം എന്ന്? ആഗ്രഹമില്ലാത്ത ആരുമില്ലല്ലോ. നമുക്ക് സ്വപ്നം കാണാമല്ലോ, എന്ത് വേണോ സ്വപ്നം കാണാമല്ലോ, സബലീകരിക്കുന്നത്. എന്നാലും ആഗ്രഹമുണ്ട്, നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ പിന്നെ 17 നമ്മുടെ ഇന്ദ്രൻസിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ, നല്ല നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ മെൻഷൻ, പിന്നെ എനിക്കും ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിലെ മെയിൻ റോളായിരുന്നു. അതിലൊരു പിന്നെ ഇതുപോലെ സാമ്പത്തികമായിട്ട് വളരെ പിന്നൊക്കെ നിൽക്കുന്ന ഒരു എന്നെപ്പോലുള്ളൊരു കക്ഷി എങ്ങനെയാണ് ഒരു കുടുംബം കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു അതുണ്ടാകല്ല. അപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു സിനിമയായിരുന്നു. ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ പോലെ ഒരു വ്യക്തി ഉദ്ദേശിച്ചത് ചേട്ടൻ്റെ ഹൈറ്റിൻ്റെ. ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ട് ഉള്ളതാണ് ഒരു ലൈഫ് നയിക്കുക എന്നുള്ളത്? ഇത് പിന്നെ പൊക്കം കുറഞ്ഞവരുടെ സാധാരണ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ, മുമ്പ് ബാങ്കുകളെല്ലാം എന്നെക്കാളും വലിയ ഹൈറ്റിലായിരിക്കും അവരുടെ ഈ റിസപ്ഷൻ കൗണ്ടർ. നമുക്ക് കാണാൻ പറ്റില്ല, പൈസ അടയ്ക്കാൻ പറ്റില്ല. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ അവരുടെ കോമൺ ഒരു മനുഷ്യൻ്റെ ബാക്കി താഴോട്ട് ചിന്തിക്കുന്നില്ല അവർ. അങ്ങനെ ഒരു ഇതായിരുന്നു.
ഇപ്പം മാറ്റമുണ്ടോ? ഇപ്പം മാറ്റമുണ്ട്. ഇപ്പം കൗണ്ടർ എല്ലാ ബാങ്കുകളിലും ഈ ഒരു ലെവല് വന്നിട്ടുണ്ട്. ഫേസ് ടു ഫേസ് കാണാൻ വേണ്ടിയല്ലേ ഇത് വെച്ചിരിക്കുന്നത്. ബാങ്ക് പരസ്പരം ഇടപാടിന് വേണ്ടിയാണ് ഇത് ബാങ്ക് തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ KSF-യിലായിരുന്നു. പിന്നെ അപ്പം ഞാൻ പിന്നെ KSF-യുടെ ബ്രാഞ്ച് മാനേജറായിട്ട് ഒത്തിരി പിന്നെ ബ്രാഞ്ചുകളിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പം ഞാനേ ഇങ്ങനെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ? പക്ഷേ കണ്ണാടി കൂടാണ്. അതൊരു മെയിൻ സംഭവം. പിന്നെ നമ്മൾ ചില ബസ്സുകളിൽ പോയാൽ ബസ്സുകളിൽ പിന്നെ പടി നമുക്ക് നമ്മുടെ കാലിൻ്റെ ഹൈറ്റ് നമുക്ക് ഇത്രയേ പൊങ്ങുള്ളായിരിക്കും. ഇതിങ്ങനെ കിടക്കും. സാധാരണ ഒരു 5 അടി പൊക്കമുള്ളവർക്കും കയറാൻ പറ്റില്ല ചില ബസ്സുകളിൽ. അമ്മമാരൊക്കെ വലിഞ്ഞു കയറുന്നത്. അതെ. അപ്പോൾ പിന്നെ എന്നെപ്പോലുള്ള ഒരാളുടെ അവസ്ഥ പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റാണ്. അല്ലാതെ തന്നെ ഞാൻ ഫാസ്റ്റാണ്. കോളേജിലൊക്കെ ആകുമ്പോൾ ഞാൻ എത്ര മോളാണെങ്കിൽ ഞാൻ ചാടി കയറും. പക്ഷെ അതുപോലെ അല്ലല്ലോ. അത് കുറയുമ്പം വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരുപാട് നമ്മുടെ ഇടയിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എനിക്ക് ആയാലും ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കറിയാം ഓടി വന്നിട്ട് നോക്കുമ്പം ഹൈറ്റ് കൂടുതലാണ് പറഞ്ഞത്. പിന്നെ ഹോട്ടലിൽ ചെന്നാൽ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ചെറിയ വാഷ് ബേസിനുണ്ട്. മറ്റത് നമുക്ക് എത്തില്ല. കാരണം അത് പൊതു ഇടങ്ങൾ എപ്പോഴും ഇത്തരം ഭിന്നശേഷിക്കാരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്മാർട്ട് ഇടങ്ങളാവണം. ഇപ്പൊ പക്ഷെ പല റെസ്റ്റോറൻറ്റുകളിലും ഈ പറയുന്ന പോലെ ചെറിയ ലെങ്ത്തിലും കൂടി ഒരു വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ, ചേട്ടൻ ഈ പറയുന്ന പോലെ ബോഡി ഷെയ്മിങ് ഒന്നും നേരിട്ടിട്ടില്ലെന്ന്. പക്ഷെ അതും നേരിടുന്ന ആളുകളും ഉണ്ടല്ലോ ഒരുപാട്. ഉണ്ട്, തീർച്ചയായും. അതുകൊണ്ട് ഞാനതൊരു അഹങ്കാരമായിട്ട് ഞാൻ എടുക്കുകയല്ല. തീർച്ചയായിട്ടും അതിന് ഞാൻ ഫേസ് ചെയ്തു എന്നുള്ളത് സംഭവമാണ്. അത് വേറെ ലെവലിൽ ഞങ്ങൾ ഫേസ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഉള്ള ഒരു സംഭവമാണ്. സിനിമയിലായിരുന്നാലും മുമ്പ് തലയിലടിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ കാലിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോവുക, ഇത്തരം കോമാളി വേഷങ്ങളായിരുന്നു ഒരു വലിയ പങ്ക് നമ്മളെപ്പോലുള്ളവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മമ്മൂട്ടി എടുത്താലും മോഹൻലാലിൻ്റെ എടുത്താലും നമുക്കൊരു സീറ്റുണ്ട്. പക്രു അതിനകത്ത് അവന് സമ്മതിച്ചേ പറ്റൂ. അവൻ അതിനകത്ത് ഒരു വല്ലാത്ത ഡെഡിക്കേറ്റ് ആയിട്ടുള്ളൊരു നായകനായിട്ട് തന്നെ നായകൻ എന്നുള്ളതല്ല, അവനായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ കഴിവുള്ള മിടുമിടുക്കനാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എത്താൻ പറ്റിയത്. പിന്നെ തീർച്ചയായും. അപ്പോൾ പിന്നെ ഇത്തരം സംഭവങ്ങളിലെ വിദ്യാഭ്യാസവും ഒരു പരിധിവരെ വേണമെന്നുള്ളതാണ്. കാരണം നമുക്കൊരു അംഗീകാരം കിട്ടണമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു അംഗീകാരം കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷനും കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയുന്നത്, നമ്മൾ വിദ്യാഭ്യാസം ഒരിക്കലും കളയരുത്, അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ, ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തില്ല. ചേട്ടന് ഇപ്പോൾ ഓൾറെഡി ടൈമില്ല അല്ലേ? ഇപ്പോൾ ഉടനെ തന്നെ വേറെ പല കാര്യങ്ങളുണ്ടെന്ന് അറിയാം. എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടാ. താങ്ക് യു സോ മച്ച്. സമയത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളാണ് അല്ലേ? നമ്മൾ വേണ്ട റെസ്റ്റുകൾ വേണ്ട സമയത്ത് എടുക്കണം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഭയങ്കര തിരക്കായിട്ട് അഭിനയിക്കാം. സമയത്തെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ? അതും ഏറ്റവും സന്തോഷവും സമാധാനം കിട്ടുക എന്നുള്ളതാണ് അല്ലേ? സമാധാനമായ അന്തരീക്ഷം ലോകത്തെമ്പാടും ഉണ്ടാവട്ടെ അല്ലേ? അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം. താങ്ക് യു.